ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ വലിയവനായ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുന്നത് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി കർത്താവ് തീർക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ആ വചനത്തിലൊക്കെ പ്രവേശിക്കാം. ഇതുവരെ നടത്തിയ ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും സ്തുതിയും അർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവം തൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ മുടക്കം കൂടാതെ ഓരോ മിനിറ്റും ഓരോ നിമിഷവും നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്യേണ്ടത് തക്ക സമയത്ത് ക്രമമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത് എത്രമാത്രമെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരു നിമിഷമെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം ദൈവം നിർത്തിയാൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയാം. ഒരു നിമിഷം പോലും എന്നെ മറക്കാതെ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവ് തരുന്നുണ്ട്. ആ ദൈവത്തിനെ തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നന്ദിയുള്ളൊരു ഹൃദയം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്, ചെറിയ സങ്കീർത്തനം എങ്കിലും അനവധി ആത്മീയ സത്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഭക്തൻ പറയുന്നൊരു വാക്കുണ്ട്. വായിച്ചാട്ട് 1-ാം വാക്യം. ദൈവമക്കൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചോണം. സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത എവിടെ പറയുന്നുണ്ട്? കുലുങ്ങത്തില്ല. അങ്ങനെയെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുന്നവനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് സിയോൻ പർവ്വതത്തോട്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന. ഇനിയും തിരിച്ചൊന്ന് ചിന്തിച്ചാൽ, ഞാൻ കുലുങ്ങുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആശ്രയം നഷ്ടപ്പെട്ടു. ദൈവത്തിൽ ആശ്രയിച്ചാൽ ഞാൻ കുലുങ്ങത്തില്ല. കാരണം ദൈവം കുലുങ്ങത്തില്ല. ദൈവം കുലുങ്ങത്തില്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനും കുലുങ്ങത്തില്ല. നമുക്ക് ആ ബോധ്യം ഉണ്ടാകണം. എൻ്റെ ദൈവം ഒരിക്കലും ഇളകുന്ന ദൈവമല്ല, മാറ്റമില്ലാത്ത ദൈവമാണ്. ദൈവത്തിന് മാറ്റമില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനം എൻ്റെ ദൈവത്തിനില്ല. കാലമനുസരിച്ച് കാലപ്പഴക്കം കൊണ്ട് പ്രായം ചെല്ലത്തില്ല. ദൈവം നിത്യന, എന്നും ഒരുപോലെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. അങ്ങനെയെങ്കിൽ ആ ദൈവം കുലുങ്ങത്തില്ലെങ്കിൽ, ഒരു ദൈവത്തിൻ്റെ പൈതൽ കുലുങ്ങുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആശ്രയം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഒറ്റ കാര്യം ചെയ്താൽ മതി കുലുങ്ങാതിരിക്കാൻ. ഞാൻ കൂടുതൽ ബലം പിടിക്കേണ്ട, ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചാൽ മതി. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയമെങ്കിൽ നമ്മൾ കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. കുലുക്കുന്ന സാഹചര്യം ചുറ്റുപാടുകളിൽ ഉണ്ടാകാം. അത് ഭവനത്തിലുണ്ടാകാം, ദേശത്തുണ്ടാകാം, പല സമൂഹങ്ങളിലൊക്കെ നമ്മളെ കുലുക്കുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പറയണം, ഇല്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം ഞാൻ കുലുങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ജീവിതം അപ്രകാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗത്തിൽ ദൈവാത്മാവ് തന്നൊരു ചിന്തയിലേക്ക് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. അതെ, ആ ഭാഗത്ത് നമ്മൾ വായിച്ച ചിന്ത, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന്. നീതിമാൻ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതാകുമ്പോൾ നീതികേടിലേക്ക് കൈ നീട്ടാൻ സാധ്യതകളുണ്ട്. അതായത് ദുഷ്ടന്റെ ചെങ്കോൽ എന്നും അവൻ്റെ തലയ്ക്ക് മീതെ വാഴുമ്പോൾ, ഞാൻ നീതിയോട് ജീവിക്കുന്നു, ഭക്തിയോട് ജീവിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്നാൽ കഴിവോളം എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ പ്രാപ്തിക്കനുസരിച്ചൊക്കെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പക്ഷെങ്കിൽ ഇന്നും എൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ. അറിയാതെ നീതിമാൻ നീതികേടിലേക്ക് കൈനീട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ഭാഗം തൊട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നീതിമാൻ ആയി നിൽക്കുന്ന ഭക്തനെ തകർക്കാൻ പലപ്പോഴും ശത്രു പദ്ധതിയിടും. നമുക്കറിയാം, ദൈവത്തിൻ്റെ അഭിഷേകം വീണ ഭക്തനാണ് ദാവീദ്. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗൽ അപ്പൻ്റെ കാണാതെ പോയ കഴുതകളെ തേടി നടന്നെന്നും ആ പിടിച്ചുകൊണ്ട് വന്ന് തൻ്റെ മേൽ രാജാഭിഷേകം
ദൈവം കൊടുത്ത് രാജാവാക്കി. എന്നാൽ അതിനുശേഷം ആ അഭിഷേകം നഷ്ടപ്പെടുത്തിയ ശൗൽ, അഭിഷേകം നഷ്ടപ്പെട്ടെന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ ശമൂവേൽ പ്രവാചകനിലൂടെ ദാവീദിൻ്റെ മേൽ അഭിഷേകം ഒഴിച്ചു. ദാവീദ് അഭിഷിക്തനാണ്. എന്നാൽ ആ ചരിത്രം നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അഭിഷേക തൈലം വീണ ദാവീദ് സ്വസ്ഥമായിട്ടിരിക്കാൻ തനിക്ക് കഴിയുന്നില്ല. തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, പിന്തുടരുന്ന, എപ്പോൾ വേണമെങ്കിലും മരണം തനിക്ക് നേരിടാം എന്ന സാഹചര്യം വരുന്ന ദാവീദ് താൻ ഒരിക്കലും ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്കും മരണത്തിനും തമ്മിൽ ഒരടി അകലം മാത്രം എന്ന് പറഞ്ഞാൽ മരണത്തിന് കൈനീട്ടിയാൽ എന്നെ പിടിക്കാവുന്ന അകലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭക്തൻ്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിക്കുള്ള ഞാൻ ആ ഭാഗം വേഗത്തിൽ പറഞ്ഞു വിടാം. എൻഗദി മരുഭൂമിയിൽ താൻ പാർത്തപ്പോൾ ശൗലിനെ പേടിച്ച്, എന്നാൽ ഒരു ഗുഹയ്ക്കകത്ത്, കാട്ടാട്ടിൻ പാറയുടെ ഗുഹയ്ക്കകത്ത് ശൗൽ കിടന്നുറങ്ങുന്നു. ദാവീദിന് കൊല്ലാൻ അവസരം കിട്ടി. ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവയുടെ അഭിഷേകത്തിന് മേൽ കൈവയ്ക്കാൻ ഇടവരരുത്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സീഫ് മരുഭൂമിയിൽ ഇതുപോലെ ദാവീദിനെ തേടി ഇറങ്ങി തിരിച്ച ആ ശൗൽ, ആ ഒരു ഗുഹയ്ക്കകത്ത് വെച്ച് ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടി. ദാവീദ് നീതികേടിലേക്ക് കൈ നീട്ടിയില്ല. നീട്ടാൻ ചുറ്റുമുള്ളവർ പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ കൺമുമ്പിൽ കൈയകലത്തിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഒരൊറ്റ കുത്തുകൊണ്ട് അവനെ കൊല്ലാം. ദാവീദ് പറഞ്ഞില്ല, ഞാനത് ചെയ്യത്തില്ല. നമുക്ക് ആ ചരിത്രം മുന്നോട്ട് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഈ നീതിമാനെ പിന്തുടർന്ന നീതികെട്ടവൻ എന്താ സംഭവിച്ചു? ശൗലിൻ്റെ അന്ത്യം നമുക്കറിയാമല്ലോ. ദുഷ്ടൻ്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കാതിരിക്കേണ്ടതിന് ദൈവം നീതികെട്ടവനെ മാറ്റിക്കളഞ്ഞു. വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദാവീദിന് വേണമെങ്കിൽ ആ നീതികേട് ചെയ്യാൻ കൈനീട്ടാം. എന്നെ തേടി നടക്കുന്ന, എൻ്റെ ജീവനെ തേടി നടക്കുന്നവനെ എൻ്റെ മുമ്പിൽ കിട്ടിയപ്പോൾ ഞാൻ വേണമെങ്കിൽ എനിക്ക് നീതികേട് ചെയ്യാം. പക്ഷെ ദൈവം പറഞ്ഞു, കുഞ്ഞെ നീ നീതികേട് ചെയ്യണ്ട, ആ ദുഷ്ടന്റെ ചെങ്കോൽ എന്നും ഇരിക്കത്തില്ല, ഞാൻ മാറ്റിക്കോളാം. ഈ ദിവസങ്ങൾ ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ദുഷ്ടന്റെ ചെങ്കോൽ, ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് പാർട്ട് ഒന്നുകൂടെ വായിക്കും. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 2 പദങ്ങളാണ്. ദുഷ്ടന്റെ ചെങ്കോൽ, നീതിമാന്റെ അവകാശം. നമുക്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നീതിമാന് ചില അവകാശമുണ്ട്, അപ്പോൾ തന്നെ ദുഷ്ടന് ചില ചെങ്കോലുണ്ട്. ദുഷ്ടന്റെ ചെങ്കോൽ ദുഷ്ടതയുടെ ചെങ്കോല, നീതിയുടെ ചെങ്കോലല്ല, അനുഗ്രഹത്തിൻ്റെതല്ല. ഈ ദുഷ്ടന്റെ ചെങ്കോൽ നീട്ടുന്നത് ആരുടെ നേരെയാണ്? നീതിമാന്റെ നേരെയാണ്. ഒരു ഭക്തന്റെ നേരെ ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ചെങ്കോൽ നീട്ടും. ആ വചനത്തിൽ ഒരു ഭാഗം കൂടി ഞാൻ ഓർപ്പിക്കാം. അവിടെ പ്രത്യേകം പറയുന്നൊരു പദമുണ്ട്, ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. നീട്ടത്തില്ലെന്നല്ല, ദുഷ്ടൻ നീട്ടും, പക്ഷെ അത് അവിടെ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? ശത്രു എനിക്കെതിരെ ചെങ്കോൽ നീട്ടും, പക്ഷെ അതെന്നും നിൽക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അതിനിടയിൽ വരും. ദൈവം പറയുകയാണ്, അത് നിലനിൽക്കത്തില്ല. പിശാച്, നിനക്ക് ഞങ്ങളുടെ നേരെ ചില ചെങ്കോൽ നീട്ടാം, അത് നാശത്തിൻ്റെ, അപകടത്തിൻ്റെ, എന്തെങ്കിലും നിന്റെ പദ്ധതികളുടെ ചെങ്കോൽ നിനക്ക് നീട്ടാം, പക്ഷെങ്കിൽ അതിരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യെസ്, ഹല്ലേലൂയ. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്ന പരിപാലനം, ദൈവത്തിൻ്റെ തൻ്റെ മക്കളോടുള്ള കരുതൽ എത്ര വലുതാണ്. ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ അവകാശത്തിന്മേൽ ഇരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമുക്കറിയാം, നീതിമാന്റെ അവകാശങ്ങൾ, വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ അനവധി അവകാശങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വാഗ്ദത്തം ദൈവം നമുക്ക് തന്ന ചില അവകാശങ്ങളാണ്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ പ്രകാരം പറയുന്നുണ്ട്, അബ്രഹാം വാഗ്ദത്തത്തിൻ്റെ അവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അങ്ങനെയെങ്കിൽ വാഗ്ദത്തം ഒരവകാശമാണ്. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുക, ഇത് നമ്മുടെ ഒരു അവകാശമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിത്യത മാത്രമല്ല, ഈ ഭൂമിയിൽ പാർക്കുമ്പോഴും സ്വസ്ഥതയോട് കഴിയുക എന്നത് ഒരു നീതിമാന്റെ അവകാശമാണ്. നമുക്കറിയാമല്ലോ, ലോകത്തിൽ പല മനുഷ്യരും എന്തെല്ലാം ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ലാതെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഭക്തന് എന്തെല്ലാം പ്രശ്നം വന്നാലും അതിൻ്റെ നടുവിൽ അവൻ്റെ സ്വസ്ഥത കൈവിടാതെ ജീവിക്കാൻ കഴിയുക എന്നത് ദൈവം തന്നൊരു അവകാശമാണ്.
സന്തോഷിക്കാൻ ഒന്നുമില്ലാത്തിടത്തും സന്തോഷിക്കാൻ കഴിയുക. ഹബക്കൂക്കിന്റെ പ്രവചനം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണെന്നാണ് കരുതുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചനം 3:17 ഒന്ന് വായിച്ചോളൂ. അത്തിവൃക്ഷം തളർക്കയില്ല, ആ ആ മതി. ആ ഭാഗം നമ്മൾ വായിച്ച ഭാഗം ശ്രദ്ധിച്ചല്ലോ. പറയുന്നതൊക്കെ ഇല്ല ഇല്ല ഇല്ല. പക്ഷെങ്കിൽ 18-ാം വാക്യത്തിൽ വായിച്ചത് എന്തുവാ? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. നമ്മൾ അവിടെ ഓർക്കണം, അവിടെ പറയുമ്പം അത്തിവൃക്ഷം തളർക്കയില്ല. അത്തിവൃക്ഷത്തിൽ അത് തളർത്തിട്ട് പോലുമില്ല, തളർത്തിട്ട് വേണ്ട കായ ഉണ്ടാകാൻ അത്തിവൃക്ഷം തളർക്കയില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല. രണ്ടാമത്തെ ഇല്ല വായിച്ചോളൂ. അടുത്ത 3, ഒലിവ് ഫലത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, അതിനകത്തും ഫലം ഇല്ല. നിലത്തു നിന്ന് ആഹാരമില്ല. അവിടെ നമ്മൾ കാണുമ്പോൾ 6 ഇല്ല കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അടുത്ത വാക്യം പറയുന്നത് എന്തുവാ? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ആർക്ക് പറ്റുമത്? ഒരു ഭക്തന് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭക്തന് ദൈവം കൊടുത്തിരിക്കുന്ന അവകാശമാണ് ഇല്ലായ്മയുടെ നടുവിലും ആനന്ദിക്കാൻ പറ്റുന്ന ഒരു അനുഭവം. ഇന്ന് പകൽ ദൈവമക്കൾ വിളിച്ചു പറയണം, ഒരു യഥാർത്ഥ ഭക്തന് ദൈവം കൊടുത്ത അവകാശമാണ് ഇല്ലായ്മയുടെ നടുവിലും സമൃദ്ധിയുടെ നടുവിൽ ആനന്ദിക്കാൻ ലോകത്തെ സകല മനുഷ്യർക്കും കഴിയും. എന്നാൽ ചില ഇല്ലായ്മയുടെ നടുവിലും സന്തോഷിക്കാനും ആനന്ദിക്കാനും കഴിയുന്നത് ഒരു ദൈവപൈതലിന് മാത്രമാണ്. ഇത് ദൈവം തന്ന അവകാശമാണ്. ഈ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാഗ്ദത്തമാകുന്ന അവകാശം, ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം തന്ന സ്വസ്ഥത, ദൈവം തന്ന സന്തോഷം, ദൈവം തന്ന ആ സമാധാനം, ഇതൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കാൻ ദൈവം അനുവദിച്ചപ്പോൾ ഇതിൻ്റെ മേൽ പിശാച് ചില ചെങ്കോൽ നീട്ടും. നമുക്കറിയാമല്ലോ, നമ്മുടെ സന്തോഷത്തെ കെടുത്താൻ, ചെറിയ വിഷയം വന്ന് നമ്മുടെ സന്തോഷത്തെ കെടുത്താനായിട്ട് പിശാച് ചെങ്കോൽ നീട്ടുമ്പോൾ ദൈവമക്കളെ പറഞ്ഞോണം, പിശാച് നിന്റെ ചെങ്കോൽ എൻ്റെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല, ഞാൻ സന്തോഷിക്കും. ഇവിടെ ഈ ഹബക്കൂക്കിനോട് ചോദിച്ചു, സന്തോഷിക്കാൻ എന്തോ ഉണ്ട്, എല്ലാം പോയില്ലേ? അദ്ദേഹത്തിന് പറയാനുള്ളത്, ഈ ഭൂമിയിലെ പലത് പോയാലും എൻ്റെ ദൈവം പോയിട്ടില്ല. എൻ്റെ ദൈവം ഉള്ളിടത്തോളം കാലം എനിക്ക് ആനന്ദിക്കാൻ കഴിയും. കാരണം എനിക്ക് യഹോവയുണ്ട്, എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതാ എനിക്ക് വലുത്. എൻ്റെ ദൈവമുണ്ടെങ്കിൽ ഞാൻ ആനന്ദിച്ചിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം തന്ന മറ്റൊരു വാഗ്ദത്തമാണ്, അവകാശമാണ് നിത്യജീവൻ, നിത്യത ദൈവം തന്നതാണ്. ഇതിന്മേലൊക്കെ പിശാച് ചെങ്കോൽ നീട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ വേഗത്തിൽ അവിടെ നിന്ന് മറ്റൊരു ചിന്ത ദൈവമക്കളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്ന അവകാശമാണ് തലമുറകൾ. 127-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. തൽക്കാലം ഞാൻ ആ ഭാഗത്തുനിന്ന് ചില ചിന്തകൾ ഓർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാം. മതി. മക്കൾ യഹോവ നൽകുന്ന അവകാശം. നീതിമാന് അവകാശങ്ങൾ പലതുണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആ അവകാശങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നീതിമാന് ദൈവം തന്നൊരു അവകാശമാണ് മക്കൾ. ആ വാക്യം വായിച്ചിട്ടൊന്നുകൂടെ വായിച്ചിട്ടും, മക്കൾ. അങ്ങനെയെങ്കിൽ തലമുറ ദൈവം തന്ന അവകാശമാണ്. ഇനി ഈ വാക്യത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ മക്കളുടെ മേൽ ഇരിക്കത്തില്ല. ആ ഭാഗത്തു നിന്ന് നമ്മൾ ചില ചിന്തകൾ പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ദുഷ്ടൻ നീതിമാന്റെ തലമുറയുടെ മേൽ ചെങ്കോൽ നീട്ടും. നമ്മൾ ധൈര്യത്തോടെ എന്താ പറയണം? ദൈവമക്കൾ ഉറക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ തലമുറയുടെ മേൽ ഇരിക്കത്തില്ല. വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ച് പറഞ്ഞോളാം. ദുഷ്ടന്റെ ചെങ്കോൽ തലമുറയുടെ നേരെ നീട്ടും. കാരണം ഒരു നീതിമാനെ വേദനിപ്പിക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, ആത്മീയത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ ശത്രു തലമുറയുടെ മേൽ അവൻ്റെ ചെങ്കോൽ നീട്ടും. ഈ ചെങ്കോൽ നീട്ടുമ്പോൾ ദൈവമക്കൾ പറയണം, ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ തലമുറയുടെ മേൽ ഇരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യെസ്, ഹല്ലേലൂയ. ഞാനത് വിശദീകരിക്കാം. എങ്കിലും ഞാൻ ആ പ്രാരംഭത്തിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ.
ചില പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ തലമുറയ്ക്ക് നേരെ കടന്നു വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതിയോ ഉയർച്ചയോ അവർക്കുണ്ടാകുന്നില്ല എന്ന് തോന്നുമ്പോൾ, ഏതെങ്കിലും ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ എത്തിക്കാൻ കഴിയുന്നില്ല, അതിനെതിരെ എന്തൊക്കെയോ ശക്തികൾ പോരാടുന്നു എന്ന് പറയുമ്പോൾ ഒരു ദൈവപൈതൽ ഉറക്കെ വിളിച്ചു പറഞ്ഞോണം, ദുഷ്ടന്റെ ചങ്കോൽ എൻ്റെ തലമുറയുടെ മേൽ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ വിശ്വാസമുള്ളവർ ഒരുമിച്ച് വാ തുറന്നൊന്ന് പറഞ്ഞു. ആ വാക്ക് പിശാച് കേൾക്കട്ടെ, സ്വർഗം കേൾക്കട്ടെ, നിങ്ങൾക്കതൊരു ധൈര്യമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാം, ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ തലമുറയുടെ മേൽ ഇരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യെസ്, ധൈര്യത്തോട് പറഞ്ഞോ. നീ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് നിങ്ങൾ വിളിച്ചു പറഞ്ഞോ, ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ തലമുറയുടെ മേൽ ഇരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് ദുഷ്ടൻ ചെങ്കോൽ നീട്ടും, എന്നാൽ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പം ദൈവം ഇതെല്ലാം ചെയ്തോളും, ഞാൻ മൗനമായിരുന്നാൽ മതിയോ? നമുക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്. ഞാൻ വേഗത്തിൽ ആ ചിന്തകൾ ഒന്ന് പറഞ്ഞതിൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ തലമുറയുടെ മേൽ നീട്ടുമ്പോൾ അതവിടെ ഇരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് വായിക്കാം ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കെ വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ആ ചോദിച്ചോളൂ. ഇംഗ്ലീഷിലൂടെ വായിച്ചൊന്ന് വാക്കി 4 and 5. And his sons would go and feast in their houses, each on his appointed day, and would send and invite their 3 sisters to eat and drink with them. So it was when the days of the feasting had run their course that Job would send and satisfy them, and he would rise early in the morning and offer burnt offerings according to the number of them. For Job said, "It may be that my son have sinned and cursed God in their hearts." Thus Job did regularly. ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ചരിത്രം അറിയാം. ഞാൻ വേഗത്തിലൊന്ന് ഓടിച്ചുവിടാം. ഇയ്യോബിന് ദൈവം 10 മക്കളെ നൽകി. ഈ 10 മക്കളും 4-ാം വാക്യത്തിൽ അവൻ്റെ പുത്രന്മാർ ഓരോരുത്തർ താൻ്റെ ദിവസത്തിൽ, ചില ട്രാൻസ്ലേഷനിൽ അത് കൊടുത്തിരിക്കുന്നത് അവരുടെ ബർത്ത്ഡേയ്സിൽ, താൻ്റെ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ബർത്ത്ഡേയാണ്. ഈ 10 മക്കളും അവരുടെ ബർത്ത്ഡേയ്സിൽ ഒന്നിച്ചു കൂടും. അവിടെ എഴുതിയിരിക്കുന്നത് സഹോദരിമാർ പാർക്കുന്നിടത്തുനിന്ന് അവരെയും വിളിച്ചു വരുത്തും. ആരുടെ ബർത്ത്ഡേ ആണോ ആ വീട്ടിൽ ഈ 10 പേരും കൂടെ ഒന്നിച്ചു കൂടി ഭയങ്കര ആഘോഷം. എന്നാൽ 5-ാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബ് പറയുന്നൊരു പ്രത്യേക പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഫങ്ഷൻ എല്ലാം കഴിയുമ്പോൾ, ഇവരുടെ ആഘോഷം കഴിയുമ്പോൾ, അടുത്ത വാക്യം ആ ആ ആ ആ മതി. അങ്ങനെയെങ്കിൽ ഇയ്യോബിനൊരു പേടി. ഈ പിള്ളേരെല്ലാം കൂടെ കൂടി ഭയങ്കര ആഘോഷമാണ്. നിങ്ങളെ ഭാഗം വളരെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ബർത്ത്ഡേ പാർട്ടിക്ക് അപ്പനും അമ്മയും വിളിച്ചിട്ടില്ല, പിള്ളേരേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫ്രീഡം ഒക്കെ വേണ്ടേ? പപ്പായും അമ്മയും വന്നാൽ ഞങ്ങൾക്ക് ഫ്രീഡം ഇല്ല. അതുകൊണ്ട് അപ്പനും അമ്മയും ഇല്ലാത്ത ഒരാഘോഷം. അപ്പം ഇയ്യോബിനൊരു സംശയം, എടാ എന്നെ വിളിക്കാഞ്ഞതിൻ്റെ കാരണം, ഇയ്യോബിനെ നമുക്കറിയാമല്ലോ ഭക്തനാ. ചിലതൊക്കെ കണ്ട മക്കളെ നോ അവിടെ പറയും. അപ്പം അപ്പനില്ലെങ്കിൽ എന്തോ ഇല്ല, ആ വിലക്കില്ലല്ലോ. പക്ഷേ ഇദ്ദേഹത്തിനൊരു ചിന്ത, ഈ പിള്ളേർ പാപം ചെയ്താലോ? തന്നോട് പറയുന്നുണ്ട്, ദൈവത്തെ ത്യജിച്ച് പറയാൻ സാധ്യതയുണ്ട്, ഇവർ പാപം ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം കൂടെ കൂടി ആഘോഷമല്ലേ. താൻ ചെയ്യുന്നൊരു കാര്യം അടുത്ത ദിവസം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു വാക്യം വായിച്ചോളൂ. പ്രാർത്ഥിക്കുക എന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന, നമ്മൾക്ക് മനസ്സിലാത്ത ഭാഷ പറയുന്നത് വായിച്ചോളൂ. 5-ാം വാക്യം വായിച്ചു. എന്നാൽ വിരുന്നുന്ന ആളുകൾ വട്ടം തികയുമ്പോൾ ആ ആ ആളയച്ച് അവരെ വരുത്തി ആ ആ
അങ്ങനെയെങ്കിൽ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും യോബ് ഈ 10 മക്കൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുക, പ്രാർത്ഥിക്കുക, അവരെ ശുദ്ധീകരിക്കുക. അവർ പാപം ചെയ്തു പോയോ അറിയത്തില്ല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവെ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി ആ ഭാഗം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാം. യോബ് ചെയ്ത ഒരു നല്ല കാര്യമാണ്. മക്കൾക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ നിങ്ങൾ ആ ഭാഗം ശരിക്കും പഠിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. നമ്മുടെ തലമുറകളെ ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ കാണണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ നല്ല കാര്യം, പക്ഷെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അതാ അതിലും വലിയ കാര്യം. നമുക്കറിയാമല്ലോ, മാതാപിതാക്കൾ ജീവനോടിരിക്കുന്ന കാലത്തോളം ഏറ്റവും അധികം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കളാണ്, വേറെ ആരെക്കാൾ ഉപരി. പക്ഷെങ്കിൽ ഈ മാതാപിതാക്കളുടെ കാലശേഷം എന്താ സംഭവിക്കും? കുഞ്ഞുങ്ങൾ പറയുക, പപ്പായുണ്ട്, മമ്മിയുണ്ട്, അവർ പ്രാർത്ഥിച്ചോളും, അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിർത്തുന്നത്, നല്ലത്. അങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ നല്ലതാ. വല്ലപ്പോഴെങ്കിലും ഒന്ന് പറയണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ട്, അമ്മയുണ്ടെന്നൊക്കെ. ഉണ്ടോ മക്കളെ? നിങ്ങളും കേൾക്കാറില്ലേ? കുടുംബ പ്രാർത്ഥനകളൊക്കെ പപ്പായും മമ്മിയൊക്കെ നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത്, അതിലുപരിയായിട്ട് ചെയ്യേണ്ട കാര്യം ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഞാൻ അല്പം ശാന്തമായിട്ട് കാര്യങ്ങളൊന്ന് പറയാം. യോബിൻ്റെ വീട്ടിൽ ദിവസവും പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയിൽ ദിവസവും ദൈവത്തോട് മക്കളുടെ കാര്യം പറയും. മക്കളോട് ദൈവത്തിൻ്റെ കാര്യം എത്രത്തോളം പറയും എന്നുള്ളത് നമ്മൾ ആ ഭാഗം ശരിക്കും നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. ആത്യന്തികമായി വേണ്ടത് ഇത് രണ്ടും ഒരുപോലെ നടക്കണം. ദൈവത്തോട് മക്കളുടെ കാര്യം പറയുന്നതോടൊപ്പം മക്കളോട് ദൈവത്തിൻ്റെ കാര്യവും പറയണം. ഞങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നല്ലേ, ഞാൻ അല്പം ലളിതമായിട്ടങ്ങ് പറഞ്ഞേക്കാം. ദൈവത്തിന് നമ്മുടെ മക്കളെയൊക്കെ അറിയാം, പക്ഷെ നമ്മുടെ മക്കൾക്ക് ദൈവത്തെ അറിയാമോ? ദൈവത്തെ ഇവരറിയണമെങ്കിൽ ആരാ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? പെട്ടെന്നൊരു ചിന്ത വരും, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവർ അവരുടെ കഴിവോളം ചെയ്യുന്നുണ്ട്. ഏറ്റവും ആത്യന്തികമായിട്ട് തലമുറയ്ക്ക് ദൈവത്തെ പരിചയപ്പെടുത്തേണ്ടത് ആരാ? മാതാപിതാക്കളാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ കാലശേഷം ഈ സത്യത്തിന് വേണ്ടി നിൽക്കാൻ എൻ്റെ തലമുറ കാണണം എന്നുള്ള ആഗ്രഹത്തോട് ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. യെസ്, ഹല്ലേലൂയ. ദൈവത്തെ പരിചയപ്പെടുത്താതെ ദൈവത്തിന് കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. ആ വാക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ദൈവത്തിന് പരിചയമുണ്ട്, ദൈവത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്, ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നല്ലത്. എന്നാൽ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളോട് പറയണം, യോബ് ചെയ്തത് മക്കൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുന്നു. എന്നാൽ മക്കളെ, നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക, നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ എന്നാണ് പറയേണ്ടത്. ഈ ദിവസങ്ങൾ നമ്മളെ ഒന്ന് പരിശോധിച്ചാട്ട്, എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഒരു ചെറുപ്പക്കാരൻ്റെ ചരിത്രം സംഭവമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് കേട്ടത്, വർഷങ്ങൾക്ക് മുമ്പ് വിദേശ രാജ്യത്ത് നടന്നൊരു സംഭവം ഒരു മാഗസിനിലോ ഏതോ മീഡിയാസിലോ കേട്ടതാണ്. ഉന്നത വിദ്യാഭ്യാസം ആ ചെറുപ്പക്കാരന് കൊടുത്തു. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഭവനത്തിലില്ല. ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നൽകി നല്ല നിലയിൽ അദ്ദേഹത്തെ എത്തിച്ചു. തനിക്കിനി കരസ്ഥമാക്കാൻ ഉന്നത ബിരുദങ്ങളൊന്നുമില്ല, ആ നിലയിൽ എത്തിച്ച ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു മാരക രോഗത്തിന് അടിമയായി. രോഗം മൂർച്ഛിച്ചു, വൈദ്യശാസ്ത്രം കൈവിട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി രക്ഷയൊന്നുമില്ല. ഈ കുട്ടി അവൻ്റെ സിങ്കിങ് സ്റ്റേജ്, മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിതാവ് കയറി ചെന്നു. ഈ മകൻ പിതാവിനോട് കയർത്തു. സംസാരിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: പപ്പ ഈ ലോകത്തിൽ തരാവുന്നതൊക്കെ എനിക്ക് തന്നു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി, ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകി, ഏറ്റവും നല്ല നിലയിൽ എന്നെ വളർത്തി. എനിക്ക് തരാവുന്നത് പലതും തന്നു. പക്ഷെങ്കിൽ പപ്പ എനിക്ക് യേശുവിനെ തന്നില്ല, യേശുവിനെ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജോലി, ഈ ഉന്നത ബിരുദങ്ങൾ എൻ്റെ അവസാന ശ്വാസം തീരുന്നതോട് ഈ മണ്ണിൽ തീരുകയാണ്. നിത്യതയിലേക്ക് കൊണ്ടുപോകേണ്ടത് എനിക്ക് പറഞ്ഞു തന്നില്ല. എന്നിട്ട് അതിനകത്തൊരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്. ആ പിതാവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു: യു സ്പോയിൽഡ് മൈ ലൈഫ്. നീ എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു.
അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ഇതുവരെ യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ല, യേശുവിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ജീവിതം നഷ്ടമായി, ഏതാനും മിനിറ്റുകൾക്കകം ഞാൻ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ഞാൻ ചോദിച്ചോട്ടെ, ഈ പൈതൽ മരിച്ചു, സ്വർഗത്തിൽ എത്തി എന്ന് കരുതുക. ഈ സ്വർഗത്തിൽ എത്തിയ പൈതലിന് എന്ത് പ്രതിഫലം കിട്ടും അവിടെ? ഇവൻ അവസാന നിമിഷം ദൈവത്തെ കണ്ടുമുട്ടി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, നിത്യതയിലെത്തി. എങ്കിൽ പോലും ഇവന് സ്വർഗത്തിൽ എന്തോ പ്രതിഫലം കിട്ടും? ഇവനൊന്നും കിട്ടത്തില്ല. കാരണം എന്നാ? അവൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. കാരണം ആരാ കൂടുണ്ടോ? നിങ്ങൾ അവൻ്റെ മാതാപിതാക്കളാ. ഈ ലോകത്തെ അറിവെല്ലാം പറഞ്ഞു കൊടുത്തു, ദൈവത്തെ പറഞ്ഞു കൊടുത്തില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ദൈവനാമത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, വേഗത്തിൽ ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം, നമ്മൾ ആത്യന്തികമായി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ അവകാശത്തിന്മേൽ, തലമുറയുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കാതിരിക്കണമെങ്കിൽ തലമുറയ്ക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. യെസ്, ഹല്ലേലൂയ. അവർക്ക് ഈ ലോകത്തിൽ ഉയർച്ചയ്ക്ക്, ഭൗതിക ലോകത്ത് വേണ്ടതെല്ലാം നൽകിക്കൊള്ളുക, തെറ്റില്ല. കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഏറ്റവും മെച്ചമായി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അവർക്ക് ഏറ്റവും മെച്ചമായത് നൽകുക. പക്ഷെ അതിലുപരിയായിട്ടൊരു കാര്യം തിരിച്ചറിയുക, എൻ്റെ ദൈവത്തെ കൂടെ അവർക്ക് കൊടുത്തില്ല എങ്കിൽ, കൃപ, ദൈവകൃപ, ഹല്ലേലൂയ, മറ്റെന്തെല്ലാം കൊടുത്താലും എൻ്റെ ദൈവത്തെയാ കൊടുക്കേണ്ടത്. എൻ്റെ ദൈവത്തെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുഷ്ടന്റെ ചെങ്കോൽ ഒരുപക്ഷെ എൻ്റെ തലമുറയുടെ മേൽ ആധിപത്യം പുലർത്തും. ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ തലമുറയുടെ മേൽ ആധിപത്യം പുലർത്താതിരിക്കാൻ യേശുവിനെ കൊടുക്കാൻ എനിക്ക് കൃപ തരണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. രണ്ടാമത്തെ ചിന്ത ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 19:13. മതി, അത് നമുക്ക് വളരെ പരിചിതമുള്ളൊരു വാചകമാണ്. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അവിടെ വായിച്ചത്, തലമുറയെ ദൈവത്തിൻ്റെ അടുക്ക കൊണ്ടുവരണം. നമ്മുടെ ചിന്ത മറക്കരുത്. അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കരുത്. അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ ചെങ്കോൽ ഇരിക്കാതിരിക്കേണ്ടതിന് ഒന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചത്, അവർക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം. രണ്ടാമത്തെ ചിന്ത, അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവിടെ വളരെ ഗൗരവത്തോടെ ഈ വന്ന ശിശുക്കളെ ഇങ്ങോട്ട് വന്നവരെ കണ്ടപ്പം ശിഷ്യന്മാർ പറഞ്ഞു, പിള്ളേരങ്ങോട്ട് മാറി നിൽക്കുക, അവർക്കാണ് ഇവിടെ കാര്യം. ഇവിടെ അതിലും വലിയ വലിയ സംഭവങ്ങൾ നടക്കുമ്പം വെറുതെ പിള്ളേർ കിടന്ന് ശല്യം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ തടഞ്ഞു. യേശു പറഞ്ഞ മറുപടി എന്തുവാ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. അപ്പം ശിശുവിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവിടെ പറയുന്ന തുടക്കം തന്നെ എന്താ? അവൻ കൈവച്ച്. അപ്പം ശിശുവിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നാൽ ആ ശിശുവിന് എന്തോ കിട്ടും? അനുഗ്രഹം കിട്ടും. യേശുവിൻ്റെ കൈവപ്പിനാലുള്ള അനുഗ്രഹം ആർക്ക് കിട്ടും? ശിശുവിന് കിട്ടും. കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? കൊണ്ടുവരണം. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാതെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയാൽ അനുഗ്രഹം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മീയ കൂട്ടായ്മകൾ ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്, നല്ല തിരക്കുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനിത് പറയുന്നത്. എന്നാൽ എല്ലാത്തിനും നമ്മൾ പ്ലാൻ ചെയ്ത സമയം കണ്ടെത്താൻ കഴിയും. 24 മണിക്കൂർ ഭംഗിയായി വിനിയോഗിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പറ്റും. 24 മണിക്കൂർ ആ ലോകത്ത് സകല മനുഷ്യർക്കും കൊടുത്തിരിക്കുന്നത്. ഉന്നതന്മാർ ആ സമയം നഷ്ടമാക്കാതെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് അവരൊക്കെ ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും സഭയുടെ കൂട്ടായ്മകളിലാണെങ്കിലും നിങ്ങൾക്കൊണ്ട് ആത്മീയ വിഷയങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ പറ്റുന്നിടത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അത് അനുഗ്രഹമാണ്. കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ഒന്നുകൂടെ ഭാഗം വായിച്ചോളൂ. അവൻ കൈവച്ച, അഥവാ യേശുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ യേശു വിലക്കിയില്ല. പകരം പറഞ്ഞ എന്തോ? അവരെ എൻ്റെ അടുക്കൽ വിട്,
അവരെ തടയരുത്, കാരണം ഞാൻ കൈവച്ചാൽ അവർക്ക് അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വിട്. യേശു കർത്താവ് അങ്ങനെ കുഞ്ഞുങ്ങളെ വിളിച്ചെങ്കിൽ നമ്മൾ ഓർത്തണം, ഇന്നും യേശുവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം കിട്ടിയാൽ ദുഷ്ടന്റെ ചെങ്കോൽ അവൻ്റെ മേലിരിക്കത്തില്ല. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം, ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ മേൽ ഇരിക്കാതിരിക്കണമെങ്കിൽ, എൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളുടെ വായിൽ 21-ാം അധ്യായം എന്ന് വായിച്ചേ, മത്തായി സുവിശേഷം 21-ന്റെ വാക്യം പറയാം. 21-ൽ യേശു കർത്താവ് പറയുന്ന മറ്റൊരു പദം കൂടെ ഉണ്ട്. 21-ന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. യേശു കർത്താവ് മതി, ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. യേശു കർത്താവ് ദേവാലയത്തിൽ വന്ന ആ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ പുറത്താക്കി യേശു കർത്താവ് ദേവാലയത്തിൽ വന്നപ്പോൾ ചില ബാലന്മാർ ആർക്കുക, ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെ കണ്ടിട്ട് നീരസപ്പെട്ട ആൾക്കാർ പറയണ, പിള്ളേര് മിണ്ടാതിരിക്കട്ടെ. യേശുവിന്റെ മറുപടി, അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ദൈവം പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് പുകഴ്ച വന്നതപ്പോഴാണ്, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? യേശുവിൻ്റെ അടുക്കൽ തലമുറയെ കൊണ്ടുവന്നാൽ അവരുടെ വായിൽ നിന്ന് പുകഴ്ച വരും. തിരിച്ചൊന്ന് പറഞ്ഞോട്ടെ, യേശുവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് മറ്റു വല്ലതും വരും. പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തോട് പറയും, കർത്താവേ, എൻ്റെ തലമുറയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അവരുടെ വായിൽ നിന്നും പുകഴ്ച, വലിയത്, നല്ലത് വന്നുകൊണ്ടിരിക്കും. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചായിട്ട്, കർത്താവേ, എൻ്റെ തലമുറ ദൈവസഭയിൽ അവർ കടന്നു പോകുന്നിടത്ത് അവരുടെ വായിൽ നിന്നും പുകഴ്ച കേൾക്കത്തക്കവണ്ണം, മറ്റുള്ളവർ അവരെ പുകഴ്ത്തത്തക്കവണ്ണം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: തലമുറയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. ഞാൻ ആ ഭാഗം വിട്ടേച്ച് വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൂടുതൽ വിശദീകരിക്കാൻ ഇന്ന് പകൽ ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. അങ്ങനെ ഒരു ടോപ്പിക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ട് ആ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു ആരാധനായോഗമായതുകൊണ്ട് അതിനും ഒരു പരിധിയുണ്ടല്ലോ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. മൂന്നാമത്തെ ചിന്ത ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ വായിച്ചോളൂ. യോശുവയുടെ പുസ്തകം 24, 16, 17, 18. Praise God. സ്തോത്രം. സോറി, ഞാൻ തെറ്റിപ്പോയി. 14 തൊട്ടൊന്ന് വായിച്ചേട്ടെ. 14 മുതൽ 16 ഞാൻ 24-ന്റെ 16 മുതൽ. അടുത്ത വാക്യം കൂടെ. മതി, ആ ഭാഗത്ത് ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ യോശുവയുടെ കാലത്ത് നമുക്കറിയാമല്ലോ, ഇസ്രായേലിൽ അവർക്ക് സ്വസ്ഥത കിട്ടി, കനാൻ നാട് അവകാശമായി കിട്ടി. മോശയുടെ നേതൃത്വത്തിൽ 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാനിലെത്തും മുമ്പ് മോശ കൃത്യസന്ധി ചേർക്കപ്പെട്ടു. യോശുവയാണ് ഇവരെ എത്തിച്ചത്. കനാൻ നാട്ടിലെത്തി സ്വസ്ഥത അവർക്ക് കിട്ടി. യോശുവയുടെ പുസ്തകം നമ്മൾ പ്രാരംഭം തൊട്ട് വായിച്ചു വരുമ്പോൾ യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. ഈ പരമ്പരകളിലെല്ലാം ഈ യുദ്ധം വിജയിച്ച് അവർക്ക് സ്വസ്ഥത ദൈവം കൊടുത്തു. യോശുവ തൻ്റെ ജീവിത അവസാനത്തിൽ ആ ജനത്തെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയച്ച് പറയുന്ന ചില സന്ദേശങ്ങൾ നമ്മോട് വായിച്ചു കേട്ടത്. അവിടെ പറയുന്ന 14-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും സകല വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. വായിക്കാൻ വായിച്ചോളൂ.
താൻ പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നദിക്കക്കരെ, നമുക്കറിയാമല്ലോ മെസൊപ്പൊത്താമിയയിൽ അബ്രഹാമിൻ്റെ ആ കാലഘട്ടത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു കൊണ്ടിരുന്നിടത്ത് നിന്ന് നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചു. ആ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവൻ നദിക്കിക്കരെ എത്തി, ദൈവത്തെ സേവിച്ചു. തേജോമയനായ ദൈവത്തെ കണ്ടുമുട്ടിയവൻ തേജസ്സില്ലാത്തതിനെ ഉപേക്ഷിച്ച് ആ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. ആ അപ്പൻ്റെ സന്തതി പരമ്പരകളാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയാണ്, അന്ന് അപ്പന്മാർ സേവിച്ച ദൈവങ്ങളുണ്ട്, എന്നാൽ ഇന്ന് നമ്മളൊരു ദൈവത്തെ കണ്ടു. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. 15-ാം വാക്യം വായിച്ചേ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് അവരോട് പറയുകയാണ്. ഈ ദൈവമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്, ഈ കനാനിൽ എത്തിച്ചത്, ഈ സമൃദ്ധി നൽകിയത്, ഈ സ്വസ്ഥത നൽകിയത്, ഈ അനുഗ്രഹവും നന്മയും നൽകിയതെല്ലാം ദൈവമാണ്. ഇനി ആർക്കെങ്കിലും തോന്നുക ഇത് നല്ലതല്ല, ഇത്രയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും ഭക്തിയുടെ കാര്യമില്ല, ഇത്രയും വിശുദ്ധിയൊന്നും വേണ്ട എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, എന്തോ ഇതാണ് പറഞ്ഞേക്കുന്നത്. യോശുവ പറഞ്ഞ വാചകം ഇതാണ്: നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോകാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ആരെ സേവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷെ താൻ തൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം 16-ാം വാക്യത്തിൽ നടത്തുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. താൻ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കത്തുള്ളൂ. യെസ്, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ആ ചിന്തകൾ ദൈവമക്കൾ മറക്കല്ലേ. ദുഷ്ടന്റെ ചെങ്കോൽ അവകാശത്തിന്, നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കാതിരിക്കണമെങ്കിൽ കുടുംബമായി ദൈവത്തെ സേവിക്കാൻ തയ്യാറാകണം. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഈ ജനമെല്ലാം അന്നേരം പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളും അങ്ങനെ തന്നെ ഉള്ളൂ. എന്നാൽ ന്യായാധിപന്മാരുടെ കാലം വരുമ്പോൾ പ്രത്യേകം പല പ്രാവശ്യം ഒരു പദം എടുത്തെഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവത്തെ വിട്ടു പോയൊരു കാലഘട്ടം. യോശുവയ്ക്ക് പറയാനുള്ളത്, ആരൊക്കെ പൊക്കോട്ട് എനിക്കൊരു വിഷയമല്ല, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. വീണ്ടും ദൈവമക്കളെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ചില ദുഷ്ടന്റെ ചെങ്കോൽ എൻ്റെ തലമുറയുടെ മേൽ ആധിപത്യം പുലർത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കുന്നവന്റെ കുടുംബത്തിന്റെ മേൽ നീ ദുഷ്ടന്റെ ചെങ്കോൽ ആധിപത്യം പുലർത്തത്തില്ല. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൂടെ വായിച്ചോളൂ. 2 ദിനവൃത്താന്തങ്ങൾ 20:13. ഇംഗ്ലീഷിലൂടെ ആ ഭാഗം ഒന്ന് വായിച്ചോളൂ. 2 Chronicles chapter 20 verse 13. അങ്ങനെ യഹൂദ്യരൊക്കെയും മതി, ആ ഭാഗം ശ്രദ്ധിച്ചെന്ന് ഞാൻ കരുതുന്നു. ഇംഗ്ലീഷിലൊന്ന് വായിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ മലയാളത്തിൽ വായിക്കാൻ നമ്മൾ മനസ്സിലേക്ക് ആ ചിന്തകളൊന്ന് കയറട്ടെ. വായിച്ചോളൂ. Now all Judah with their little ones, their wives. Now all Judah with their little ones, their wives and their children stood before the Lord. മതി, മലയാളത്തിലും ആ ഭാഗം വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. വായിച്ചോളൂ, മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചേ. യഹൂദ്യരൊക്കെയും മതി, ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും. ഒത്തിരി വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല. ഇവിടെ 20-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, വലിയ പ്രശ്നമാണ്, യുദ്ധമാണ്. അമ്മോന്യർ, മോവാബ്യർ, മെയ്യൂന്യർ, ചിലർ 3 ശക്തികളും യഹോശാഫാത്ത് രാജാവിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഈ പ്രശ്നത്തെ ഇവർ നേരിട്ടത് അങ്ങനെ. അവിടെ എഴുതിക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അങ്ങനെ യഹൂദ്യർ ഒക്കെയും അവരുടെ കുഞ്ഞുങ്ങളോട്, ഭാര്യമാരോട്, മക്കളോടുകൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ പ്രശ്നം മാറി. 24-ാം അധ്യായം വരുമ്പോൾ വായിക്കേണ്ട 24-ാം വാക്യത്തിൽ അവിടെ പറയുന്നൊരു പ്രത്യേക പദമുണ്ട്, ഈ പ്രശ്നം മുഴുവൻ ശവങ്ങളായി മാറി. ഇവരവിടെ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ 1-ാം സ്റ്റെപ്പ് നമ്മൾ വായിച്ചുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, പ്രശ്നം വന്നപ്പോൾ ഇവരെങ്ങനെ ദൈവസന്നിധി വന്ന്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവമക്കൾ എല്ലാവരും ഒന്ന് നോക്കിയേ, ഒന്ന് ഒരുമിച്ചൊന്ന് വായിച്ചേ, എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചേ. ആ 13-ാം വാക്യം.
അങ്ങനെ അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കേണ്ടത് എങ്ങനെ? ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിൽക്കണം. യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ദുഷ്ടന്റെ ചെങ്കോൽ തലമുറയുടെ നേരെ നീട്ടുമ്പോൾ തലമുറ പോയി പഠിച്ചോട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്നല്ല പറയേണ്ടത്, അവരെയും കൂട്ടിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കണം. യെസ്, ഹല്ലേലൂയ. നാളെ പരീക്ഷയാണ്, നല്ല കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് പോയി പഠിച്ചാൽ മതി. മക്കളെ ശ്രദ്ധിച്ചോണം, പേരൻസും ആ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം. ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചോളാം, മക്കളെ നിങ്ങൾ പോയി അങ്ങ് പഠിക്കുക. നോ. പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരുമിച്ച് നിൽക്കണം. യഹൂദർക്ക് മനസ്സിലായി യുദ്ധം വരുന്നു, പ്രശ്നം വരുന്നു. യഹോശാഫാത്ത് രാജാവിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് മോവാബ്യരും അമ്മോന്യരും യൂനിയനിൽ ചിലരും ഒന്നിച്ചു വന്നപ്പോൾ ആ തലമുറ യഹൂദ്യർക്ക് മനസ്സിലായി അപ്പനും അമ്മയും മാത്രം നിന്നാൽ പോരാ, ആരൂടെ വേണം? കുഞ്ഞുങ്ങളും വേണം. വായിച്ചോ, ഇതാ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഭാഗം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഈ ചിന്ത ദൈവമക്കളെ ഉള്ളിലേക്ക് കയറണം. പ്രശ്നത്തിൻ്റെ നടുവിൽ മക്കളെ, നിങ്ങൾ ഇതിനകത്തൊന്നും ഇടപെടണ്ട, നിങ്ങൾ പോയി പഠിച്ചോ, നാളെ പരീക്ഷയല്ലേ, റാങ്ക് വേണ്ടേ, നല്ല കാര്യം. കുഞ്ഞിന് റാങ്ക് വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ദൈവസന്നിധിയിലിരിക്കും. 13-ാം വാക്യം വീണ്ടും ഞാൻ ആർപ്പിക്കുന്നു, എനിക്കറിഞ്ഞുകൂടാ, ദൈവമാത് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് തരുന്നു. ഞാൻ തന്നെ ഒന്ന് വായിക്കാം. അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. റിസൾട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദുഷ്ടന്റെ ചെങ്കോൽ അവിടെ ഒടിഞ്ഞു മാറിയത്, ആ പ്രശ്നം എന്നേക്കുമായി ഇല്ലാതായത്, തകർക്കുമെന്ന് പറഞ്ഞു വന്നത് ശവങ്ങളായി മാറിയത്, അവർ കുഞ്ഞുങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ നിന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കൊള്ളയായി കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ പോലും രക്ഷപ്പെട്ടത്, ആ ദുഷ്ടന്റെ ചെങ്കോൽ തകർന്നത് അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്നപ്പോഴാണ്. കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആ സമർപ്പണത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ദൈവകൃപ. ഹല്ലേലൂയ. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. രക്തത്താൽ ജയം. ഒന്നുകൂടെ പരാവർത്തനം ചെയ്ത് പറയട്ടെ. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ തലമുറയുടെ മേൽ ഇരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥിപ്പാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, അവരെ ദൈവത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ അവരെ സജ്ജരാക്കാമെങ്കിൽ അവരുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. രക്തത്താൽ ജയം. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അവരുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. യേശുവിന്റെ അടുക്കലേക്ക് ഇവരെ കൊണ്ടുവന്നാൽ അവരുടെ വായിൽ പുകഴ്ചയുണ്ട്. അവർ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയും സ്തോത്രവും കേൾക്കുമ്പോൾ ദുഷ്ടൻ അവരെ വിട്ട് ഓടിപ്പോകും. ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് പുകഴ്ച വരണമെങ്കിൽ അവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. യേശുവേ, ഹല്ലേലൂയ. യോശുവ പറഞ്ഞതുപോലെ പറയാൻ കഴിയണം, മറ്റാരും എന്തോ എനിക്കതൊന്നും വിഷയമല്ല, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവകൃപ. ഒരുമിച്ച് നിൽക്കാമോ? ചില ചെങ്കോൽ തകരും. ഹല്ലേലൂയ. തകർക്കുമെന്ന് പറഞ്ഞു വന്ന ചില ശക്തികൾ ശവങ്ങളായി മാറിയത് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്നപ്പോഴാണ്. നമുക്കൊരു നിമിഷം നമ്മളെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃകാരം ഏൽപ്പിച്ചു കൊടുക്കാറ്. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാവർത്തികമാകണം. ഞങ്ങളുടെ തലമുറയിൽ ഇത് പ്രാവർത്തികമാകണം. ദൈവനാമം ഞങ്ങളോട് മഹപ്പെടണം. ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം തന്ന തലമുറകളോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആ സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം.
കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.